നിങ്ങളുടെ ഉദ്യോഗസ്ഥര്, നിങ്ങൾ ആക്കിയിട്ട് പോയിരിക്കുന്ന ആൾക്കാര്, എന്നെ കൊല ചെയ്യുവാൻ വേണ്ടി ഇവിടെ 2-3 പ്രാവശ്യം വണ്ടിയിൽ ഇവിടെ ആള് വന്നു, രാത്രിയും പകലുമായിട്ട്. ഞാൻ പോലീസിലും മുഖ്യമന്ത്രി അധപ്പതനത്തിൽ കൊണ്ടെത്തിക്കും. ഞാനത് വളരെ വ്യക്തമായി, അത് വ്യക്തികളായിക്കൊള്ളട്ടെ, സംഘടനകളായിക്കൊള്ളട്ടെ, മറ്റാരും ആയിക്കൊള്ളട്ടെ, നമ്മൾ നമ്മുടെ ചുവട് മറന്ന് തല മറന്ന് എണ്ണ തേക്ക. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കഴിഞ്ഞ ദിവസം ഫാദർ നോബൽ ഫിലിപ്പിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഒരു ഓൺലൈൻ മീഡിയക്കകത്ത് വന്നിട്ടുണ്ട്. നോബൽ ഫിലിപ്പിനെ എല്ലാവർക്കും അറിയാം എന്ന് വിചാരിക്കുന്നു. പുള്ളിക്കാരനാണ് കൊല്ലം സുധിക്ക്, പറയേണ്ട കാര്യമില്ല, കൊല്ലം സുധിക്ക് വീട് വയ്ക്കാൻ വസ്തു നൽകിയത്. 10-28 ലക്ഷം രൂപയുടെ വസ്തു ദാനമായിട്ട് ഫ്രീ ആയിട്ട് നൽകിയത് പുള്ളിക്കാരനാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിവാദങ്ങളും പ്രശ്നങ്ങളും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. രേണുസുധിയുമായിട്ട് ബന്ധപ്പെട്ട് വീട് വെച്ചു കൊടുത്ത ആളുമായിട്ടും മതിലെട്ടി കൊടുത്ത ആളുമായിട്ടും വസ്തു കൊടുത്ത ആളുമായിട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കണ്ടതാണ് സോഷ്യൽ മീഡിയയിൽ. അപ്പം ഇപ്പം രേണുസുധി ബിഗ് ബോസിൽ പോയതിന് ശേഷം ഈ ഫാദർ നോബൽ ഫിലിപ്പിനെ കുറച്ച് ആൾക്കാരെ ആക്രമിക്കാൻ വന്നെന്നും അതുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിക്കാരൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തെന്നൊക്കെയാണ് ഇപ്പം ഈ ഇൻ്റർവ്യൂവിൽ പുള്ളിക്കാരൻ വെളിപ്പെടുത്തുന്നത്. അപ്പം അത്രയ്ക്കും സീരിയസ് ആയതുകൊണ്ടായിരിക്കാം പുള്ളിക്കാരൻ ജീവന് ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് വരെ പരാതി കൊടുത്തിട്ടുള്ളത്. അത്രയ്ക്കും സീരിയസ് ആയതുകൊണ്ടായിരിക്കാം. അപ്പോൾ എന്തായാലും പുള്ളിക്കാരൻ കുറച്ച് കാര്യങ്ങളൊക്കെ അതിനകത്ത് വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിനെ പറ്റിയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് വീണ്ടും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. എന്താണ് പ്രശ്നമെന്ന് എല്ലാ മലയാളികൾക്കും അറിയാവുന്നതാണ് എന്താ പ്രശ്നമെന്ന്. അപ്പം പുള്ളിക്കാരൻ്റെ ഇൻ്റർവ്യൂവിൽ കുറച്ച് ഭാഗം, ഇപ്പം സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ഭാഗം ഇതുപോലെ പഴയ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്, വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പോൾ അത് നമ്മളെല്ലാവരും കണ്ടതും കേട്ടതുമാണ്. ഒരുപാട് ഇൻ്റർവ്യൂസിനകത്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പം ഇപ്പം നിലവിൽ സംഭവിച്ച കുറച്ച് കാര്യങ്ങൾ പുള്ളിക്കാരൻ പറയുന്നുണ്ട്. അപ്പം അത് നമുക്ക് കണ്ടുപോകാം. നമുക്കൊരു നന്മ, നമുക്ക് നന്മയെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഒരു ഗിഫ്റ്റ് ആയിക്കൊള്ളട്ടെ, മറ്റെന്തെങ്കിലും വില കുറഞ്ഞതോ വില കൂടിയതോ ആയ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നമുക്കൊരാൾ ദാനമായി നൽകിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വ്യക്തികളെയോ ആ കുടുംബത്തെയോ ആ സംഘടനയോ നമ്മൾ ഒരിക്കലും വേദനിപ്പിക്കരുതെന്നുള്ളതാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. ഈ പ്രിയപ്പെട്ട ഈ തങ്കച്ചനും കുടുംബവും രേണുസുധി എന്ന് പറയുന്ന ഈ സ്ത്രീയും കൂടെ ചേർന്ന് കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ വന്നു നിന്നുകൊണ്ട് ആദരണീയരായി ജീവിക്കുന്ന നിരവധി പേരെ, ഇതിന്റെ പിൻപിൽ ആരൊക്കെ നിന്നോ അവരെ മുഴുവനും ശക്തമായ ഭാഷയിൽ അവർ എന്തൊക്കെ പറഞ്ഞു എന്ന് കേരളത്തിലെ സോഷ്യൽ മീഡിയ നോക്കുന്ന കേരള ജനത കണ്ടുകൊണ്ടിരിക്കുകയാണ്. വസ്തുദാനമായിട്ട് കൊടുത്ത ശരിയാണ്, ഞാനും അങ്ങനെ ഒരു ചിന്താഗതിയിലൂടെ പോകുന്ന ഒരാളാണ്. എൻ്റെ വീഡിയോ കാണുന്ന പല ആൾക്കാരും അങ്ങനെ ഒരു ചിന്താഗതി കൊണ്ടുപോകുന്ന ഒരു വ്യക്തികളായിരിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അങ്ങോട്ടൊരു സഹായം ചെയ്താലോ അല്ലെങ്കിൽ തിരിച്ച് ഇങ്ങോട്ടൊരു സഹായം കിട്ടിയാലോ അവരെ തള്ളിപ്പറയാൻ, അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും അവരെ തള്ളിപ്പറയാനോ അല്ലെങ്കിൽ മോശക്കാരനാക്കുന്നതോ, ഇപ്പം നമ്മൾ അങ്ങോട്ടൊരു സഹായം കൊടുത്തിട്ടും തള്ളി പറയുകയോ അല്ലെങ്കിൽ മോശക്കാരനാക്കിയിട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ തിരിച്ച് ഇങ്ങോട്ടൊരു സഹായം കിട്ടിയിട്ടും മോശക്കാരനായിട്ട് സംസാരിക്കുകയോ തള്ളി പറയുകയോ, അതൊക്കെ ഒരു നല്ല കാര്യമായിട്ട് തോന്നില്ല. അതൊക്കെ വളരെ മോശമാണ്. അപ്പം അതിൽ നിന്ന് അങ്ങനെ കിട്ടുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു നമ്മൾ സഹായം ചെയ്തിട്ട് അതിൽ നിന്നൊരു നമുക്കൊരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു റിസൾട്ട് കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ സമൂഹത്തിന് മുമ്പിൽ നമ്മൾ അപമാനിക്കപ്പെടുമ്പോഴത്തേക്ക് അതിൽ നിന്നുണ്ടാകുന്ന വിഷമങ്ങൾ, ഇപ്പം സഹായിച്ച ആൾക്കായിക്കോട്ടെ അല്ലെങ്കിൽ പുള്ളിയുടെ ഫാമിലിക്ക് ആയിക്കോട്ടെ ഉണ്ടാകുന്ന ഒരു വിഷമം ഉണ്ടല്ലോ, ഫീലിങ്സ് ഉണ്ടല്ലോ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ആ ഒരു പ്രശ്നമാണ് ഇപ്പം പുള്ളിക്കാരന് ഉണ്ടായിട്ടുള്ളത്, നിലവിൽ ഉണ്ടായത്. ഇപ്പം വസ്തു കൊടുത്ത് 10-28 ലക്ഷം രൂപയുടെ വസ്തു കൊടുത്ത് ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ചെയ്യൂ? 10-28 ലക്ഷം രൂപയുടെ വസ്തുവൊക്കെ വെറുതെ ആരെങ്കിലും ഉണ്ടായിരിക്കാം. ഈ ചാരിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരുപാട് നല്ല മനസ്സുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അത് ആ ഒരു കൂട്ടത്തിൽ ഉൾപ്പെട്ട വ്യക്തിയും കൂടാണ് ഇപ്പം ഈ നോബൽ ഫിലിപ്പ് എന്ന് പറഞ്ഞ് ഈ ഫാദർ. ഇപ്പോൾ പുള്ളിക്കാരൻ ഒരുപാട് ചാരിറ്റി പ്രവർത്തനമൊക്കെ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം നമുക്കറിയത്തില്ല, നമുക്ക് പുള്ളിക്കാരൻ പറയുന്നതേ നമുക്കറിയാൻ പറ്റും. അപ്പം ചെയ്യാതെ എന്തായാലും പുള്ളിക്കാരൻ പറയത്തില്ലല്ലോ. അപ്പം ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ടായിരിക്കണമല്ലോ ഇത് 10-28 ലക്ഷം രൂപ വില മതിക്കുന്ന ഒരു വസ്തു കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് ചിന്തിക്കാം. അപ്പം ഇതിൽ നിന്നുണ്ടാകുന്ന കുറച്ച് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് പുള്ളിക്കാരൻ്റെ ഫാമിലിയൊക്കെ നല്ല രീതിയിൽ അത് ബാധിച്ചിട്ടുണ്ട്. കാരണം അത് അങ്ങനെയാണ്. ഇപ്പം ഞാനായിക്കോട്ടെ നിങ്ങളായിക്കോട്ടെ ആരാണെങ്കിലും അങ്ങനെയാണ്. അപ്പം സ്വാഭാവികമായിട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് പ്രതികരിക്കും. അത്രയും നമ്മളൊരു സഹായം ചെയ്തിട്ട് നമ്മൾ പബ്ലിക്കിൻ്റെ മുമ്പിൽ കൊണ്ടിട്ട് തിന്നാൻ കൊടുക്കുന്ന ഒരു സമയം വരുന്ന സമയത്ത് നമ്മൾ പ്രതികരിക്കും, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പ്രതികരിക്കും. നമുക്ക് പറയാനുള്ള കാര്യങ്ങളും കൂടെ ജനങ്ങൾ അറിയണ്ടേ എന്ന് കരുതിയിട്ടാണ് നമ്മൾ പ്രതികരിക്കുന്നത്. അപ്പം അങ്ങനെയാണ് ഇപ്പം ഒരുപാട് പേര് ഈ ഫാദറിനെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാർ കാണും. വസ്തു കൊടുത്തിട്ട് ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ മുമ്പിൽ വന്നിട്ട് ഇതിന് കുറ്റം പറയേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പുള്ളിയുടെ സൈഡ് ക്ലിയർ ആക്കിയില്ലെങ്കിൽ, പുള്ളി ക്ലിയർ ആക്കി പറഞ്ഞില്ലെങ്കിൽ എല്ലാവരും പുള്ളിയെ കുറ്റപ്പെടുത്തും. പുള്ളിയുടെ കാര്യങ്ങൾ തുറന്ന് സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കിൽ വന്ന് സംസാരിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ട് ആൾക്കാർ നേരെ തിരിച്ചായിരിക്കും പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ
കണ്ടോ പുള്ളി വസ്തു കൊടുത്തിട്ട് പുള്ളി അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പുള്ളി മിണ്ടാതിരിക്കുന്നതെന്ന് പുള്ളി പറയും, ആൾക്കാർ പറയും. അപ്പം അങ്ങനെ ആൾക്കാർ പറയാതിരിക്കാനാണ് ഈ പുള്ളി വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം വെളിപ്പെടുത്തിയേ പറ്റൂ, അല്ലെങ്കിൽ ആൾക്കാർ നേരെ തിരിച്ച് ചിന്തിക്കും. ഇപ്പം നമ്മളിപ്പം സ്വാഭാവികമായിട്ട് സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ കാണും. നമ്മൾ മിണ്ടാതിരുന്ന ഒരാളൊരു പ്രശ്നം, ഒരു മിസ്റ്റേക്ക് സോഷ്യൽ മീഡിയയിൽ മുമ്പിലോട്ട് കൊണ്ടിടുന്ന സമയത്ത് ആരെ പറ്റിയിട്ടാണോ ആ മോശമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന ആ സമയത്ത് ആ വ്യക്തി മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ, ഇപ്പം നിവിൻ പോളിയുടെ കേസ് തന്നെ നമുക്ക് അറിയാവുന്നതാണ്. അങ്ങനെ ഒരു പ്രശ്നം വന്ന സമയത്ത് പുള്ളിക്കാരൻ മാധ്യമങ്ങളെല്ലാം വിളിച്ചിട്ട് ഒരു TV ചാനലിനെ എല്ലാം വിളിച്ചിട്ട് അപ്പം തന്നെ പുള്ളി അവിടെ ഒരു ഇത് റിപ്പോർട്ട് കൊടുത്തു, ഞാൻ നിരപരാധിയാണെന്ന് പറഞ്ഞിട്ട് പുള്ളി റിപ്പോർട്ട് കൊടുത്തു. അങ്ങനെയാണ് വേണ്ടത്. അല്ല മിണ്ടാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്കത് എതിരെ നമുക്ക് എഗൻസ്റ്റ് ആയിട്ട് വരും. അതുകൊണ്ടാണ് ഇപ്പം ഈ പുള്ളിയെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാർ, അങ്ങനെ ഒരുപാട് പേര് കമന്റ് ഇടുന്ന ആൾക്കാരുണ്ട്. അപ്പം അതിനുള്ള മറുപടിയാണ് ഞാൻ ഇപ്പം പറയുന്നത്. എന്തായാലും പുള്ളിക്കാരൻ കുറച്ച് കാര്യങ്ങളോട് പറയുന്നുണ്ട്, അതും കൂടെ കേട്ടു നോക്കാം. ഉണ്ടെന്നാ പറയും. എന്നെ കാണുമ്പോൾ പറയും, ദൈവമേ നന്മ ചെയ്തിട്ട് ഏറ് വാങ്ങേണ്ട ഒരു അനുഭവം ഈ പിതാവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായല്ലോ എന്ന് പലപ്പോഴും പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ എന്നെ ആശ്വസിപ്പിക്കാറുണ്ട്. അതെനിക്കും ദുഃഖമുണ്ടെന്ന് ആലോചിച്ച് നോക്കണം. വളരെ വേദനകളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ജീവന് ഭീഷണി ഉണ്ടാക്കി, എന്നെ സൈബർ ഇടങ്ങളിൽ വലിച്ചു കയറാൻ എറിഞ്ഞു കൊടുത്തു. അപ്പം മറ്റുള്ളവരുടെ കണ്ണുനീര് മനസ്സിലാകുന്നുണ്ടോ? നമ്മളൊരാളെ സന്തോഷത്തോടെ അനുഗ്രഹിച്ച് ഒരു തുള്ളി കണ്ണുനീര് നമ്മുടെ കണ്ണിൽ നിന്ന് വരുന്നതും ഒരാൾ നമ്മളെ ദുഃഖിപ്പിച്ചിട്ട് നമ്മുടെ കണ്ണിൽ നിന്ന് വരുന്ന ഒരു തുള്ളി കണ്ണുനീരിനും വാല്യൂ രണ്ടാണ്. ഈ രേണുസുതി എന്ന് പറയുന്ന സ്ത്രീ നിമിത്തം ഞാനും എൻ്റെ മാതാവും എൻ്റെ സഹോദരിയൊക്കെ കുറേ സമയം കരയേണ്ട അനുഭവങ്ങൾ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. അവർ പോകുന്നെന്നുള്ള വാർത്ത പോലും അറിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴല്ലേ നമ്മൾ കാണുന്നത് അവരവിടെ എത്തി നിൽക്കുന്നതായിട്ടാണ്. അവരതിൻ്റെ തലേന്നും കൂടെ വീഡിയോ എടുത്തിട്ട് പോയത് എൻ്റെ കുപ്പായത്തെ ഓർത്ത് അവർ എന്നെ തെറി പറയുന്നില്ലെന്ന് പറഞ്ഞാണ് ഇവിടുന്ന് പോയേക്കുന്നത്. എൻ്റെ ഈ ഇട്ടിരിക്കുന്ന തിരുവസ്ത്രത്തെ ഓർത്ത് എന്നെ തെറി വിളിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഇവിടെ നിന്ന് പോയിരിക്കുന്നത്. ഞാനത് എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ ബന്ധുമിത്രാദികളും ആ വീഡിയോ എനിക്ക് അയച്ചു തന്ന് ഞാൻ കണ്ടു. അത് ഒരു കാര്യം ഞാൻ പറയുക, നമ്മൾ ഒരിക്കലും നമ്മുടെ ചുവട് മറന്നു പോകരുത്. ചുവട് മറന്നു പോയാൽ അത് വലിയ അധപ്പതനത്തിൽ കൊണ്ടെത്തിക്കും. ഞാനത് വളരെ വ്യക്തമായി, അത് വ്യക്തികളായിക്കൊള്ളട്ടെ, സംഘടനകളായിക്കൊള്ളട്ടെ, മറ്റാരുമായിക്കൊള്ളട്ടെ, നമ്മൾ നമ്മുടെ ചുവട് മറന്ന് തല മറന്ന് എണ്ണ തേക്കരുതെന്ന് പണ്ടുള്ള പൂർവികർ പറയും. അതിൻ്റെയൊക്കെ അർത്ഥമുണ്ട്. പോകുന്നതിന് തലേദിവസം ഒരു വീഡിയോ ഉണ്ടായിരുന്നു എന്ന് പിതാവ് തന്നെ പറയുന്നു, ബിഷപ്പ് തന്നെ പറയുന്നു. ആ വീഡിയോയിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ശരിയാണ്, ആ വീഡിയോ നമ്മൾ കണ്ടതാണ്. രേണുസുതി ബിഗ് ബോസിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് തന്നെ അതിൻ്റെ തലേന്ന് ഇന്നിപ്പം ഞായറാഴ്ച ഇപ്പം ബിഗ് ബോസ് ഷോ തുടങ്ങുവാണെങ്കിൽ ശനിയാഴ്ച വൈകിട്ട് ഈ രേണുസുതിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ നിന്ന് ഒരു വീഡിയോ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് രേണുസുതിയും ചേച്ചി ഇരുന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ആ സമയത്ത് ബിഗ് ബോസിൽ പോകുന്നില്ല, ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ വീഡിയോ തുടങ്ങുന്നത് തന്നെ. അപ്പോൾ ആ വീഡിയോയ്ക്കകത്ത് ഈ ഫാദറിനെ പറ്റിയിട്ടും പറയുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിയുടെ പേര് പറയുന്നില്ലെങ്കിൽ തന്നെ ആ പുള്ളിയുടെ കുപ്പായത്തെ ബഹുമാനിച്ചുകൊണ്ടാണ്, നമ്മളൊന്നും പറയുന്നില്ല, പുള്ളിയാണ് ഇതെല്ലാം വരുത്തി വെച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പം അതിനെ പറ്റിയിട്ടും ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരൻ ഇപ്പം ഈ ഇൻ്റർവ്യൂവിൽ വന്നിട്ട് സംസാരിക്കുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോൾ രേണുസുതി ഇപ്പം ഈ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞതിന് ശേഷം 2-4 എപ്പിസോഡിന് മുമ്പേ, എനിക്കൊന്ന് 3 എപ്പിസോഡ് എങ്ങാണ്ടായെന്ന്, 2 എപ്പിസോഡിന് മുമ്പേ എങ്ങാണ്ടാന്ന് തോന്നുന്നു, ലൈവിൽ ഇതുപോലെ വീടിനെ പറ്റിയിട്ടൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീടിനെ പറ്റിയിട്ടൊക്കെ അപ്പാനി ശരത്തിൻ്റെ അടുത്തും ബെന്നി അടുത്തും പറയുന്നുണ്ട്. കാരണം മറ്റുള്ള ഒരാൾ തന്ന ഒരു ഔദാര്യം അത് നമുക്ക് എത്രയെന്ന് പറഞ്ഞാൽ അതിനകത്ത് നമുക്ക് കയറി കിടക്കാനൊക്കെ പറ്റുന്നതെന്നൊക്കെ പറഞ്ഞപ്പം എന്നൊക്കെ പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ അവിടെ പറയുന്നുണ്ട്. അപ്പം വേറെ ഇപ്പം ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് ചെന്നിട്ട്, ബിഗ് ബോസിലോട്ട് ചെന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഏണിങ്സോ അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ചിലപ്പം ഫസ്റ്റ് പ്രൈസ് അടിച്ചാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു സമ്മാനം വെച്ചിട്ട് വേറൊരു വീട്, ചെറിയൊരു വീട് വെച്ച് അങ്ങോട്ട് മാറാനായിരിക്കാം ഇവർ ഉദ്ദേശിച്ചത് ചിലപ്പം. കാരണം വേറൊരു വീട്ടിൽ കിടക്കുമ്പോഴത്തേക്ക് വേറൊരാൾ ദാനം തന്നൊരു വീട്ടിൽ വേറൊരാൾ ദാനം തന്നൊരു വസ്തുവിനകത്ത് കിടക്കുമ്പോഴത്തേക്ക് ഇതുപോലെ അനാവശ്യമായിട്ടുള്ള കമൻസുകളും. പക്ഷെ അത് വേറൊരു കാര്യമുണ്ട്. അപ്പം നിങ്ങൾ അവിടെയും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത്രയും മാസമായിട്ട് ഇവർ ഈ സോഷ്യൽ മീഡിയയിൽ മുമ്പിൽ വരുന്നവരെ ഒരു മനുഷ്യനും അവരെ കുറ്റം പറഞ്ഞിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ മുമ്പിൽ വന്നതിന് ശേഷമാണ്, ഓരോ കാര്യങ്ങൾ കാണിച്ചു കൂട്ടിയതിന് ശേഷം മാത്രമാണ് ഇവരെ പറ്റിയിട്ട് ഓരോ കാര്യങ്ങൾ ആൾക്കാർ കമൻറ്റ് രൂപത്തിലായാലും പറഞ്ഞിട്ടുള്ളത്. അതും കൂടെ മനസ്സിലാക്കണം. അപ്പം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെല്ലാവരും സപ്പോർട്ട് ചെയ്തത് കൊല്ലം സുധിയോടുള്ളൊരു സ്നേഹം കൊണ്ട് മാത്രമാണ്. സോഷ്യൽ മീഡിയയിൽ മുമ്പിൽ വരുന്ന സമയത്തായാലും ഇവരെ കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്തിരുന്നുണ്ടെങ്കിൽ ഈ രേണുസുതി എന്ന് പറഞ്ഞ വ്യക്തിയെ അറിയുന്നത് തന്നെ കൊല്ലം സുധി എന്നൊരു കലാകാരൻ ഉള്ളതുകൊണ്ട് മാത്രമാണ്. സ്റ്റാർ മാജിക്കിലൂടെയാണ് ഇവരെ അറിയുന്നത്.
അപ്പം അപ്പം ഈ ഒരു ആൾക്കാർ ഈ വീട്ടിനെ പറ്റിയിട്ടായാലും ഇതിനെ പറ്റിയിട്ടായാലും കുറ്റപ്പെടുത്തിയത് എപ്പോഴാണ്? ഇവർ സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്ന് കുറേ ആർട്ട് അതും ഇതും കുറേ കോപ്രായത്തരങ്ങളൊക്കെ കാണിച്ച് കൂട്ടിയിട്ടില്ലെന്നല്ല, കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ സ്വാഭാവികമായിട്ട് കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തു, വീട്ടിലെങ്ങാനും ഇരുന്നൂടെ, പിള്ളേരെയൊക്കെ നോക്കിക്കൊണ്ടിരുന്നൂടെ, ഇങ്ങനെയുള്ള ആൾക്ക് എന്തിനാ വീട് വെച്ച് നൽകിയെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇട്ടിട്ടില്ലെന്നല്ല, ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ വെച്ചിട്ടാണ് ഈ പുള്ളിക്കാർ ചിലപ്പം ചിന്തിച്ചിട്ട് എങ്ങനെയെങ്കിലും കുറച്ച് റീച്ച് ഉണ്ടാക്കി, പബ്ലിസിറ്റി ഉണ്ടാക്കി ബിഗ് ബോസിൽ പോയിട്ട്, ബിഗ് ബോസ് ആണ് വേറൊരു ഓപ്ഷൻ, അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. അല്ലാതെ ഇവർക്ക് ഇപ്പം ഇവർ കണ്ടൊരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് ആണ്. ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ നേടാൻ സാധിക്കൂ എന്ന് ഇവർക്ക് നല്ലോണം അറിയാം. കാരണം വീക്കിലി നല്ല എമൗണ്ട് ആണ് അതിൽ നിന്ന് കിട്ടുന്നത്. അങ്ങനെ ഒരു 10, 25, 30 രൂപയെങ്കിലും ഒരാൾക്ക് കിട്ടും. പിന്നെ അത് വിൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ കിട്ടും. പിന്നെ ഒരു വീട് വെക്കാനുള്ളൊരു സെറ്റപ്പൊക്കെ കിട്ടും. അപ്പോൾ അതും കൂടെ കണക്ക് കൂട്ടിയിട്ടായിരിക്കാം ഇത്രയും കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ബിഗ് ബോസിലോട്ട് കയറിപ്പോയത്. അപ്പം ഒരു വീടിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കാം, ആ ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രമായിരിക്കും ഇവർ പോയിട്ടുള്ളത്. വേണ്ടി, അവരുടെ അന്നത്തെ ജീവിത സമ്പാദനത്തിന് വേണ്ടി അവർ ജോലി ചെയ്യുന്നു. ഞാൻ അവർക്ക് എഗനസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? ഞാൻ അവർക്ക് ആകെപ്പാടെ ചെയ്ത ഒരു നന്മയെന്ന് പറഞ്ഞാൽ അവരുടെ തലമുറകളെ സഹായിച്ചു എന്നൊരു നന്മ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിനെന്നെ നിങ്ങൾ വളരെ സഹായിച്ചു എന്നൊരു നന്മ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിനെന്നെ നിങ്ങൾ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ സുഹൃത്തുക്കൾ, PR വർക്കുകാർ, നിങ്ങളുടെ ഉദ്യോഗസ്ഥര്, നിങ്ങൾ ആക്കിയിട്ട് പോയിരിക്കുന്ന ആൾക്കാർ, എന്നെ കൊല ചെയ്യുവാൻ വേണ്ടി ഇവിടെ 2-3 പ്രാവശ്യം വണ്ടിയിൽ ഇവിടെ ആൾ വന്നു, രാത്രിയും പകലുമായിട്ട്. ഞാൻ പോലീസിലും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരിക്കുന്നു. എന്റെ ജീവന് ഭീഷണിയുണ്ട്. ഇവരുടെ PR വർക്കേഴ്സ്, വേറെ ആരുമല്ല ചെയ്യുന്നത്. എനിക്ക് ഇന്ന് വരെ ഉണ്ടാകാത്ത അനുഭവങ്ങളാണ് ഇപ്പോൾ ഉണ്ടായത്. എന്തായിരുന്നു സംഭവിച്ചത്? അവര് ഇവിടെ എന്റെ അസമയത്ത് ഇവിടെ പരിചയമില്ലാത്തൊരു വാഹനം വന്ന് കറങ്ങിയ ശേഷം എന്റെ വാതിൽ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, ഞങ്ങൾ കണ്ടോളാം എന്ന് പറഞ്ഞു. ഇവര് ബിഗ് ബോസിൽ പോയതിനു ശേഷമാണ് ഉണ്ടായിരിക്കുന്നത്. അവരുടെ ആളുകളാണ് താങ്കൾക്ക്? 100%. എനിക്ക് ഇതിനു മുൻപേ ഇന്ന് വരെ എനിക്ക് ഒരു ത്രെട്ട് ഉണ്ടായിട്ടില്ല. വ്യക്തികളിൽ നിന്നോ കുടുംബങ്ങളിൽ നിന്നോ മറ്റിതര സ്ഥലങ്ങളിൽ നിന്നോ ത്രെട്ട് വന്നിട്ടില്ല. എന്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം രേണു സുധിയും തങ്കച്ചനുമാണ്. ഞാനിവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാണ്. തനിച്ച് പാർക്കുന്ന ഒരു മനുഷ്യന്, ഒരു ഹട്ടില് ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാണ്. അപ്പോൾ എന്റെ ജീവനോ സ്വത്തിനോ എന്ത് ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് ഓർമ്മ വരുന്നത് എന്താണെന്നറിയോ? നമ്മളൊരു പഴഞ്ചൊല്ല് പറയുമല്ലോ, പഴഞ്ചൊല്ലായിട്ടും പിന്നെ ഒരു പോസിറ്റീവായിട്ടൊക്കെ പറയുന്നൊരു കാര്യമാണ്, പാത്രം അറിഞ്ഞു വിളമ്പണം എന്ന് നമ്മൾ പറയാറുണ്ട്. പാത്രം അറിഞ്ഞ് വിളമ്പിയില്ലെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ മുമ്പോട്ട് നമുക്ക് നേരിടേണ്ടി വരും എന്നാണ് അതിന് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ചിലപ്പം രേണുസുതി ഈ ദാനമായിട്ട് കിട്ടിയൊരു വീട് വേണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ബിഗ് ബോസിൽ പോയി. അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം കൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു വീഡിയോ സെറ്റപ്പോ ചെറിയൊരു എന്തെങ്കിലുമൊക്കെ, അത് ബിഗ് ബോസിൽ ഓൾറെഡി രേണുസുതി പറഞ്ഞിട്ടുമുണ്ട്, ലൈവിൽ അത് പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ അപ്പോൾ ആ ഒരു മൈൻഡോട് കൂടിയിട്ടായിരിക്കാം എന്നല്ല, ആ ഒരു മൈൻഡോട് കൂടിയിട്ടാണ് അവർ ബിഗ് ബോസിൽ പോയിട്ടുള്ളത്. കാരണം ലൈവിലൊക്കെ അവർ 1-2 വട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര പേര് കണ്ടെന്നറിയത്തില്ല. കാരണം അവർക്ക് ഇപ്പോൾ ഒരു വീട് വേണം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ, അത് സ്വന്തമായിട്ട്. അപ്പം ഇതിനൊക്കെ ഇടവരുത്തിയത് അവർ തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിച്ചതും ആൾക്കാരെ കൊണ്ട് ഇതുപോലെ എഗൻസ്റ്റ് ആയിട്ട് ആൾക്കാരെ സംസാരിക്കാൻ ഇടവന്നതും ഇതൊക്കെ കൊണ്ട് ഈ രേണുസുതി എന്ന് പറഞ്ഞൊരു വ്യക്തി പുള്ളിക്കാരി കാരണം മാത്രമാണ്. അല്ലാതെ ഇതിനകത്തൊന്നും പബ്ലിക്കായിട്ടുള്ള ജനങ്ങളോ ആൾക്കാരോ ആരും ഇടപെടാൻ പോയിട്ടില്ല. ആരും ഇവരെ മോശക്കാരിയാക്കി ചിത്രീകരിക്കാനോ ഒന്നിനും പോയിട്ടില്ല. ഇവർ തന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിച്ചു കൂട്ടിയ കുറേ പ്രശ്നങ്ങളാണ് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ള രീതിയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഫാദർ നോബിൾ ഫിലിപ്പിനെ കുറേ ആൾക്കാർ ആക്രമിക്കാൻ പോയെന്ന് പറയുന്നുണ്ട്. അതുപോലെ പുള്ളിക്കാരൻ അതുമായിട്ട് ബന്ധപ്പെട്ട് കേസ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്, മുഖ്യമന്ത്രിക്ക് കേസ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം ചിലപ്പം ഇപ്പം ഇവരെ ഈ ഫാദറിനെ ആക്രമിക്കാൻ പോയ വ്യക്തികൾ ചിലപ്പോൾ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, ചിലപ്പോൾ രേണുവിനോട് ദേഷ്യമുള്ള ആൾക്കാരും ആയിരിക്കാം. അങ്ങനെ നമുക്ക് ചിന്തിക്കാം. ആരാന്നൊന്നും ഇപ്പം അത് അറിയണമെങ്കിൽ ചിലപ്പോൾ കേസുമായിട്ട് മുമ്പോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്കത് അതിൻ്റെ റിയൽ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് നമുക്ക് പുറത്ത് കാണാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ CCTV ക്യാമറയൊക്കെ ഉണ്ടല്ലോ. ആരാണെന്ന് CCTV ക്യാമറയൊക്കെ പോലീസിൻ്റെ കേസ് അന്വേഷണം വരുന്ന സമയത്ത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ പോലും പള്ളിയുടെ ഫ്രണ്ടിലൊക്കെ ആ വഴിയിലൊക്കെ CCTV ക്യാമറ കാണുമല്ലോ. അപ്പോൾ ആരാ വന്നതെന്നെല്ലാം നമുക്ക് വ്യക്തമായിട്ട് അതിൽ കൂടെ കണ്ട് പോലീസിന് അത് അതിൻ്റെ കേസിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ അതിലൂടെ മനസ്സിലാക്കാം അത് ആരാണ്. ഇപ്പം ബിഗ് ബോസിൻ്റെ ഒരു ഇത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പം പുള്ളിക്കാരിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, ചിലപ്പം പുള്ളിക്കാരിയോടുകൂടെ എതിർപ്പുള്ള ആൾക്കാർ ആയിരിക്കാം. കാരണം എതിർപ്പുള്ള ആൾക്കാരും അങ്ങനെ ചെയ്യും. കാരണം ഫാദറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുക. ഇപ്പം നിലവിൽ ഫാദറുമായിട്ടൊക്കെയാണല്ലോ പ്രശ്നങ്ങൾ.
അപ്പം ഫാദറിനെ ചെന്നൊന്ന് ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു കൂട്ടം ആൾക്കാർ രേണുസുതിക്ക് എതിരെ ആവും എന്നും ചിന്തിച്ചും ചിലപ്പോൾ അങ്ങനെയും ചെയ്യുന്ന ആൾക്കാരും കാണും. അപ്പം ഇതൊക്കെ ഒരു PR പണിയുടെ ഇതൊക്കെ തന്നെയാണ്. കാരണം ഇപ്പം ബിഗ് ബോസിന്റെ സീസൺ ആണല്ലോ, അപ്പം PR പണി ചെയ്യുന്ന ആൾക്കാർ തന്നെ പൈസ കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിക്കുന്ന കളികളും ഉണ്ട്. അപ്പം എന്തായാലും അതിനെ പറ്റിയിട്ട് നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നില്ല. അതൊക്കെ കേസ് കൊടുക്കുകയാണെങ്കിൽ, ഫാദർ കേസ് കൊടുക്കുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാൻ പറ്റും. ആരാണ് വന്നതെന്നും എന്തിനാണ് വന്നതെന്നൊക്കെ അറിയാൻ പറ്റും. അപ്പം എന്തായാലും ഈ ഒരു രേണുസുതിക്ക് വീട് വയ്ക്കാൻ വസ്തു കൊടുത്തതിൽ ഏറ്റവും കൂടുതൽ പബ്ലിക്കിൻ്റെ മുമ്പിൽ അപമാനിക്കപ്പെട്ടിട്ടുള്ളതും അപ്പം ഒരുപാട് വിഷയങ്ങളിൽ മാനസികമായിട്ട് ബുദ്ധിമുട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ഫാദർ നോബിൾ ഫിലിപ്പ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം പുള്ളിക്കാരൻ തന്നെ പറയുന്നുണ്ട്, രേണുസുതിയെ പോയി അങ്ങോട്ട് പോയി പുള്ളിക്കാരൻ ഉപദ്രവിക്കേണ്ട ഒരു കാര്യമില്ല. പുള്ളിക്കാരന് അതിൻ്റെ ആവശ്യവും അതിൻ്റെ സമയവും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പുള്ളിക്കാരൻ അതിൻ്റെ സമയവും ഇല്ല. കാരണം 10-28 ലക്ഷം രൂപയുടെ വസ്തു കൊടുക്കാൻ പുള്ളിക്ക് ആവതുണ്ടെങ്കിൽ പിന്നെ പുള്ളി രേണുസുതിയുടെ പുറകെ പോയിട്ട് പുള്ളിക്കാരെ ഉപദ്രവിച്ചിട്ട് പുള്ളിക്കാരൻ എന്ത് കിട്ടാനാണ്? നമ്മളില്ല പറയുമല്ലോ, ദാനം തന്ന പശുവിൻ്റെ പല്ല് എണ്ണ നിൽക്കില്ലെന്ന് പറയുമല്ലോ. അതുപോലത്തുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു ഇപ്പം ചെറിയ നിസ്സാര കേസുകെട്ടുകളായിരുന്നു ഈ ഫാദർ പറയുന്ന പോലെ, നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ ഓൺലൈൻ സോഷ്യൽ മീഡിയയിൽ മുമ്പിൽ കൊണ്ടിട്ട് ഇത്രയും വിഷയമാക്കേണ്ട കാര്യമില്ലായിരുന്നു. ആ വീട്ടിൻ്റെ ചോർച്ചയൊക്കെ അവരെ വിളിച്ച് തന്നെ പരിഹരിക്കുക. ഈ ഇൻ്റർവ്യൂവിൽ തന്നെ ഫാദർ പറയുന്നുണ്ട്, എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഉത്തരവാദിത്തത്തോടെ ആ വീട് വെച്ച് കൊടുത്ത ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുക, അല്ലെങ്കിൽ അവിടുത്തെ പഞ്ചായത്ത് മെമ്പറുമായിട്ട് സംസാരിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വ്യക്തികളുണ്ടായിരുന്നല്ലോ ഇതുമായിട്ട് സംസാരിച്ച് പ്രശ്നം ഡീലാക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ കൊണ്ടിരുന്ന സമയത്ത്. അപ്പം അതിനെ സഹായിച്ച ആൾക്കാർ കൂടെ അല്ലേ അതിൻ്റെ അപമാനം കേൾക്കേണ്ടി വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനെതിരെ അപമാനം ഉണ്ടായ ആൾക്കാരും സംസാരിക്കാൻ വരും. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എന്തായാലും ഇതിനെ പറ്റിയിട്ടൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം see you guys.